അമേരിക്കൻ സേന ഹോർമോസ് കടലിടുക്കിന് സമീപം 5000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കൻ സേന പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ തീരദേശ മിസൈൽ താവളങ്ങളെയാണ് 5000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള ഇറാന്റെ കുന്നുകളിലും ഭൂഗർഭ അറകളിലുമാണ് ഈ ബോംബുകൾ പതിച്ചത്. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഇറാൻ സ്ഥാപിച്ചിരുന്ന ആന്റി ഷിപ്പ് ക്രൂസ് മിസൈലുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സങ്കേതങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇറാന്റെ പ്രധാന നാവിക താവളമായ ബന്ദർ അബ്ബാസിന് സമീപമുള്ള മലനിരകളിലെ ഭൂഗർഭ മിസൈൽ സൈലോകളിൽ ആക്രമണം നടന്നതായി സൂചനകളുണ്ട്. സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത വിധം കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾക്കും പാറകൾക്കും ഉള്ളിലാണ് ഇറാൻ ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളും ഭൂമിക്കടിയിലെ ബങ്കറുകളും തകർക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഇപ്പോൾ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ 2 പ്രധാന നേതാക്കളെ വധിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഒന്ന് അലി ലാരിജാനി, അദ്ദേഹം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ മകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ടെഹ്റാനിലുള്ള അലി ലാരിജാനിയുടെ മകളുടെ വസതിക്ക് നേരെയാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ലാരിജാനിയും അദ്ദേഹത്തിന്റെ മകനും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ ആൾ ഗുലാം റസ സുലൈമാനി, അദ്ദേഹം ബസീജ് പാരാമിലിറ്ററി വിഭാഗത്തിന്റെ തലവനാണ്. ഇറാനിലെ ആക്രമണങ്ങൾക്ക് പുറമെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലും ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തി. ഇതിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഭരണകൂടം തകർച്ചയുടെ വക്കിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിലെ ഭരണകൂടത്തിൽ നിന്നുള്ള മോചനം എത്രയും വേഗം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇറാൻ ജനതയോട് പറയുന്നു. ടെലവീവിലെ ഒരു റെയിൽവേ സ്റ്റേഷന് സമീപം മിസൈലുകൾ പതിക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്നത്തെ ദിവസം ഇറാനും പ്രോക്സി ഗ്രൂപ്പ്സും നടത്തിയ ആക്രമണങ്ങൾ ഇവയാണ്. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാൻ അനുകൂല സംഘടനകൾ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തടഞ്ഞതായിട്ട് ആണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UAEയിലെ അൽ മിൻഹാദ് എയർബേസിന് നേരെ ഇന്നുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അവിടെയുള്ള ഓസ്ട്രേലിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് ഈ എയർബേസ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ എയർബേസിന് സമീപം ഇറാന്റെ മിസൈൽ പതിച്ചതായി അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഈ എയർബേസിലേക്കുള്ള റോഡിൽ മിസൈൽ പതിച്ചതിനെ തുടർന്നുണ്ടായ ചെറിയ തീപിടുത്തം കാരണം സൈനികരുടെ താമസ സ്ഥലത്തിനും ഒരു മെഡിക്കൽ സെന്ററിനും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി യുക്രൈനും ചേർന്നിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിനായി 200-ലധികം യുക്രൈനിയൻ സൈനിക വിദഗ്ധർ ഇപ്പോൾ ഗൾഫ് മേഖലയിലുണ്ട്. യുക്രൈനിയൻ സൈനിക സംഘങ്ങളെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോർഡനിലേക്കും അയച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരിക്കുന്നു. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ വ്യാപകമായി ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഈ ഡ്രോണുകളുടെ പ്രവർത്തന രീതിയും അവയെ എങ്ങനെ തകർക്കാമെന്നും യുക്രൈനിയൻ വിദഗ്ധർക്ക് കൃത്യമായി ധാരണയുണ്ടെന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാൻ പ്രാദേശിക സൈന്യത്തെ സഹായിക്കുകയാണ് യുക്രൈൻ സംഘത്തിന്റെ ദൗത്യമെന്നും അദ്ദേഹം പറയുന്നു. റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച അനുഭവ പരിചയം ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. അലി ലാറിജാനി കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററായ അബ്ബാസ് അറാഖ്ചിയോട് ചോദിച്ചതിന് അദ്ദേഹം പറയുന്ന മറുപടി പ്രകാരമാണ്: ഇറാന്റെ രാഷ്ട്രീയ ഘടന ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്നും ഒരു നേതാവ് കൊല്ലപ്പെട്ടതുകൊണ്ട് ഇറാന്റെ ഭരണ സംവിധാനം തകരുകയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്ഥാപനങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹം മരിച്ചാലും ഈവൻ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ മരിച്ചു പോയാലും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വരും എന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റ് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു.
ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. അമേരിക്കയെ മറ്റൊരു വിനാശകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: താൻ ഏറെ ആലോചിച്ചതിന് ശേഷമാണ് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ തനിക്ക് മനസാക്ഷിയോടെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ US-ന് ഒരു ഭീഷണി ഉയർത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേലിന്റെയും അവരുടെ ശക്തമായ അമേരിക്കൻ ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് US ഈ യുദ്ധം ആരംഭിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ചുവട് പിടിച്ച് അർജന്റീനയും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലയുടെ സർക്കാർ ഈ പിന്മാറ്റം സ്ഥിരീകരിച്ചു. തന്റെ വിദേശ നയത്തിന്റെ ഭാഗമായും അന്താരാഷ്ട്ര ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ട്രംപ് ഭരണകൂടം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയിരുന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും രീതികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ പിന്മാറ്റം. സമാനമായ കാരണങ്ങളാണ് അർജന്റീനയും ഉന്നയിക്കുന്നത്. ഇത് മേഖലയിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയും വാക്സിനേഷൻ പദ്ധതികളെയും ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള ആരോഗ്യ ശൃംഖലയിൽ നിന്ന് രാജ്യം ഒറ്റപ്പെട്ടു പോകുമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ഇന്ന് UK-യിൽ എത്തിയിട്ടുണ്ട്. 37 വർഷത്തിന് ശേഷം ഒരു നൈജീരിയൻ ഭരണാധികാരി നടത്തുന്ന ആദ്യത്തെ ബ്രിട്ടൻ സന്ദർശനമാണിത്. ചിലി പ്രസിഡന്റ് ജോസെ ആന്റോണിയോ കാസ്റ്റ് രാജ്യത്തെ 43 പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വായു ജല മലിനീകരണം നിയന്ത്രിക്കുന്ന കർശനമായ നിയമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇത് പരിസ്ഥിതി മലിനീകരണം വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയ പാർക്കുകൾക്കുള്ളിലും സംരക്ഷിത വനമേഖലകളിലും ഖനനത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഖനന മേഖലയെ ഉത്തേജിപ്പിക്കാനുമാണ് ഈ നടപടിയെന്ന് പ്രസിഡന്റ് കാസ്റ്റ് വ്യക്തമാക്കി. പരിസ്ഥിതി പ്രവർത്തകരും ഗോത്രവർഗ വിഭാഗങ്ങളും ഈ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ചിലിയുടെ പ്രകൃതി സമ്പത്തിനെ നശിപ്പിക്കുമെന്ന് അവർ ആരോപിക്കുന്നു. സ്വയം മരിക്കാൻ അനുമതി നൽകുന്ന അസിസ്റ്റന്റ് ഡൈയിങ് ബിൽ സ്കോട്ടിഷ് പാർലമെന്റ് തള്ളിയിരിക്കുന്നു. തീവ്രമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ ബിൽ തള്ളിയിരിക്കുന്നത്. മാരകമായ രോഗം ബാധിച്ചവർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവർക്കും ഡോക്ടർമാരുടെ സഹായത്തോടെ മരിക്കാൻ അനുമതി നൽകുന്നതായിരുന്നു ഈ ബിൽ. സ്കോട്ടിഷ് പാർലമെന്റിലെ ഭൂരിഭാഗം അംഗങ്ങളും ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. ഇതോടെ ഈ നിയമം നടപ്പിലാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു. ബില്ലിനെ അനുകൂലിക്കുന്നവർ ഇത് രോഗികളുടെ അന്തസ്സോടെയുള്ള മരണത്തിനുള്ള അവകാശമാണെന്ന് വാദിച്ചു. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും ഭീഷണിയാകുമെന്നും എതിർത്തവർ ചൂണ്ടിക്കാട്ടി. സഭയിൽ നടന്ന ചർച്ചയിൽ പല അംഗങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചത് വലിയ വൈകാരികതയ്ക്ക് ഇടയാക്കി. യുദ്ധം കാരണം ഗൾഫ് മേഖലയിലുണ്ടായ വിതരണ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ 5000 ടൺ ആഹാര സാധനങ്ങൾ അയച്ചു. അരി, ഗോതമ്പ്, മറ്റ് അവശ്യ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ഇറാനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യ വൈദ്യസഹായം അയച്ചു. ഇതിന്റെ ആദ്യ ഗഡു ഇറാനിയൻ റെഡ് ക്രസന്റിന് കൈമാറി. ജീവൻ രക്ഷാ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയടങ്ങുന്ന ആദ്യഘട്ട സഹായമാണ് ഇറാനിൽ എത്തിച്ചിരിക്കുന്നത്. യുദ്ധം മൂലം ഇറാനിലെ ആശുപത്രികളിൽ മരുന്നുകൾക്കും ചികിത്സാ സൗകര്യങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ മാനുഷിക സഹായം നൽകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനം വഴി ടെഹ്റാനിലെത്തിച്ച മരുന്നുകൾ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറാനിയൻ റെഡ് ക്രസന്റ് അധികൃതർക്ക് കൈമാറി. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ 234 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റ് വലിയ പാർട്ടികളുമായി സഖ്യത്തിനില്ലെന്നും തനിച്ച് മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും വിജയ് വ്യക്തമാക്കി. ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി പദം നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയ ചില മുന്നണികളുടെ നിർദ്ദേശം വിജയ് നിരസിച്ചതായാണ് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഒരു മൂന്നാം ബദലായി ഉയർന്നു വരാനും പൂർണ്ണമായ ഭരണമാറ്റം കൊണ്ടുവരാനുമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനും പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള തിരക്കിലാണ് നിലവിൽ പാർട്ടി നേതൃത്വം.
ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിനായി UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസ് 95 സീറ്റിലും മുസ്ലിം ലീഗ് 27 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റുകളിലും മത്സരിക്കും. RSP 5 സീറ്റുകൾ മറ്റ് ഘടക കക്ഷികൾക്കായിട്ട് ബാക്കിയുള്ള സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു. CMP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ചെറിയ കക്ഷികൾക്കായിട്ടാണ് ബാക്കിയുള്ള സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് K. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി AICCയിൽ നിന്ന് അനുമതി വാങ്ങിയതായി പറയപ്പെടുന്നു.